നമുക്കറിയാം, വിഷു കേവലം ആഘോഷത്തിനൊക്കെ അപ്പുറം കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. സംസ്കാരത്തിൻ്റെ ഒരു തലമുറ കൈമാറ്റമാണ് ഈ വിഷുനാളിൽ നടക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം എന്താണ്? വിഷുക്കണിയാണ്. അതിരാവിലെ പുറന്ന് കണിയൊക്കെ ഒരുക്കി കൂട്ടുകാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കണി കാണിക്കുന്നതാണ് മലയാളിയുടെ ഏറ്റവും വലിയ വിഷുക്കാല കാഴ്ച. പുലർവേളയിൽ കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പൊന്നിൻ മാലകൾ കോർത്തിട്ട പോലെ പൊൻകണി നൽകുവാൻ എത്തുന്നു കൊന്നകൾ. പുള്ളിയടരുന്ന വേനലിൽ തളരാതെ പൂത്തുവിടർന്നിതാ പുഞ്ചിരി തൂകുന്നു. കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്ന മേടപ്പുലരി, മലയാളികൾക്ക് മാത്രം സ്വന്തമായ വിഷു. വിഷുവിൻ്റെ വലിയ ആഘോഷങ്ങൾക്കപ്പുറം പ്രധാനമാണ് ഈ വിഷുക്കണി. പുലർച്ചെയാണ് വിഷുക്കണിയെങ്കിലും ഓരോ വീട്ടിലും ഒരുക്കങ്ങൾ തലേന്നേ തുടങ്ങും. വീട്ടിലെ സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് ഒരുക്കി വെച്ച ശേഷം കിടന്നുറങ്ങും. പുലർച്ചെ വീട്ടമ്മ എഴുന്നേറ്റ് ദീപം തെളിയിച്ചാൽ പിന്നെ വിഷുക്കണിയായി. തലേന്ന് തന്നെ എല്ലാം ഒരുക്കി, അത് ഒരുക്കുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ കണിക്കൊന്ന പറിക്കലും അതിൻ്റെ എല്ലാ സാധനങ്ങളും ഒരുക്കലും ഒക്കെ ഒരുക്കി കഴിഞ്ഞ് അപ്പം ചുടും, പായസം വെക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞാൽ കണ്ണ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. എന്നിട്ട് ആ സമയം അനുസരിച്ചിട്ട് നമ്മളെല്ലാവരെയും വീട്ടിലെല്ലാവരെയും കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് കണി കാണിക്കും. വീട്ടമ്മമാർക്ക് ഒരുക്കങ്ങൾ തന്നെ രസകരമാണ്. കണിക്കൊന്നയും വെള്ളരിയും വാൽക്കണ്ണാടിയും ഉണ്ണിയപ്പവും പുടവയും നവധാന്യങ്ങളുമെല്ലാം കണ്ണന് മുന്നിൽ ഒരുക്കി വയ്ക്കും. പിന്നെ കണിയായി. കണ്ണു നിറയെ മനസ്സു നിറയെ വിഷുക്കണിയായി. വിഷുക്കണി കഴിഞ്ഞാൽ കൈനീട്ടമാണ് പ്രധാനം. ഒരു വർഷത്തെ ഐശ്വര്യമാണെന്നാണ് വിശ്വാസം. ന്യൂജൻ ചെറുപ്പക്കാർക്കും വിഷുക്കണിയും കൈനീട്ടവും പ്രധാനം തന്നെ. വിഷു നമ്മളെ പോലെ ന്യൂജൻ ആൾക്കാർക്കെല്ലാം നല്ല കാര്യം. ഇപ്പം നമുക്ക് കൈനീട്ടം കിട്ടും, പിന്നെ നമുക്ക് പടക്കം പൊട്ടിക്കാം, പിന്നെ നല്ല ഒരു അവകാശമാണ് ഇത്. കാർഷിക സമൃദ്ധിയുടെ ഉത്സവത്തിന് പഴയ തലമുറയ്ക്ക് മറ്റൊരനുഭവമാണ്. വിത്ത് കൂടുതലുള്ള സാധനങ്ങളാണ് വെക്കുക. ചക്കല്, വെള്ളരി, പിന്നെ നവധാന്യങ്ങൾ കൃഷീൻ്റെതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാലാണ് കൃഷിപ്പണി തുടങ്ങുക. വയലിലേക്ക് നവധാന്യങ്ങൾ കൊണ്ട് വിതറിയിട്ട് കൊത്തിയിട്ട് ഇടും വയലിൽ. അങ്ങനെയാണ് പണ്ട് കാലത്ത് ചെയ്യുക. ക്ഷേത്രങ്ങളിലെല്ലാം കണിയുണ്ടെങ്കിലും വീട്ടിലെ കണിക്ക് പ്രാധാന്യമേറെയുണ്ട്. ഒരു വർഷത്തെ പ്രതീക്ഷയാണ് വിഷുക്കണി. അതെ, കാർഷിക കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ് കാലത്തിന് മാറ്റാനാകാത്ത വിഷുവും വിഷുക്കണിയും. വിശ്വാസങ്ങൾക്കപ്പുറം ഒരു സംസ്കാരത്തിൻ്റെ വാർഷിക കൈമാറ്റം കൂടിയാണ് മേടപ്പുലരിയിലെ ഈ വിഷുക്കണി. നൂറ്റാണ്ടുകളായി മലയാളികൾ തുടരുകയാണത്, കാലത്തിൻ്റെ മാറ്റങ്ങളിൽ മാറ്റമില്ലാതെ. പ്രിയ പ്രേക്ഷകർക്ക് വിഷു ആശംസകൾ. ക്യാമറാമാൻ രാജേഷ് വെള്ളരികുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24.